0.5% മാത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൺവിക്ഷൻ റേറ്റ്. കേരള പോലീസിൻ്റെ എത്രയാണെന്നറിയോ? 86%. കേരള പോലീസിൻ്റെ കൺവിക്ഷൻ റേറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി വേറൊരു കാര്യം, ഈ എന്തെല്ലാം കാര്യത്തിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഈ മട്ടിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ? അങ്ങേയറ്റം ഒരു ഗുണ്ടാ സംഘം പോലെ അത് പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. ഏറ്റവും വിപുലമായ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ സംഘമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവർ പിടിച്ചുകൊണ്ട് പോയാൽ അവിടെ കുടുങ്ങുകയാണ്. ഇപ്പോൾ നാളെ എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ കൊണ്ടകത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുക എന്നുള്ളതല്ലാതെ അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ, ജാമ്യം കിട്ടണമെങ്കിൽ മാസങ്ങൾ കഴിയുമെന്നുള്ളതാണ് അവരുടെ കയ്യിലുള്ള അധികാരത്തിൻ്റെ ഒരു വലിയ പവർ എന്ന് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയ നേതാക്കളെ, ഇപ്പോൾ മനീഷ് സിസോദിയയെ പോലെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഉള്ള രാഷ്ട്രീയ നേതാക്കളെ ഇവർ പിടിച്ചുകൊണ്ട് അകത്തിടും, മാധ്യമപ്രവർത്തകരെ പിടിച്ചുകൊണ്ട് അകത്തിടും. ഈ അകത്ത് ഇങ്ങനെ ദീർഘമായി കൃത്യമായി വിചാരണയിലേക്ക് പോകാതെ, അതല്ലെങ്കിൽ ഇവർക്കെതിരായ കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കാതെ, ഇവർക്കെതിരായ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് സമൂഹ മധ്യത്തിൽ കൃത്യമായി പറയാതെ ഊഹാപോഹങ്ങളുടെ പുറത്ത് മാത്രം ഈ ആളുകൾ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വരുന്നുണ്ട്. ഇത് നമ്മളുടെ മുന്നിലുള്ള വസ്തുതയാണ്. ഇനി വേറൊന്ന്, നമ്മൾ പലപ്പോഴും നമ്മളിവിടെ ഒന്നോ രണ്ടോ തവണ ഓർമ്മിപ്പിച്ചു, പക്ഷേ ഇന്ത്യ മറന്നുപോയ ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ആ ഇലക്ട്രൽ ബോണ്ട് ഇടപാടിൽ കൃത്യമായി ഒരു ഈ സുപാരി പിരിവിന് വേണ്ടി രംഗത്തിറങ്ങിയത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ. അതിൻ്റെ തെളിവുകൾ സഹിതം വിവിധ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായി ബോണ്ട് കോൺഗ്രസിന് ബോണ്ട് കിട്ടുന്ന ബോണ്ട് ഏതെങ്കിലും ബിസിനസ്സുകാരൻ കൊടുത്താൽ 48 മണിക്കൂറിനകം അയാളുടെ വീട്ടിൽ റെയ്ഡ് നടക്കും. കോൺഗ്രസിന് ബോണ്ട് പോയി കഴിഞ്ഞാൽ, BJPക്ക് ബോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നേരത്തെ കേസ് ഉണ്ടായിരുന്ന കേസുകൾ പതുക്കെ അങ്ങ് അവസാനിക്കും. എനിക്ക് വേണമെങ്കിൽ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്, എണ്ണി എടുത്ത് പറയാം. പിന്നെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനത് ഓരോന്നും എടുത്ത് എണ്ണി പറയുന്നില്ല. അത്രയധികം കേസുകൾ ഈ നിലയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് BJPയിലേക്ക് പോകുമ്പോഴേക്ക് ആ കേസുകൾ അങ്ങനെ ഇല്ലാതാക്കപ്പെടുന്നു. അതായത് വെറും 0.5% മാത്രം കൺവിക്ഷൻ റേറ്റുള്ള ഒരു സംവിധാനം, ഇങ്ങനെ ഒരു സംവിധാനം ഇത്രയധികം അധികാരത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നത്, അത് നിയന്ത്രിക്കാൻ കോടതികളെങ്കിലും കർശനമായി ഇടപെടേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിലടക്കം കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടി.